ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉടൻ ആരംഭിക്കും എന്ന ഭീതിയിലാണ് നിലവിൽ പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ സർവ്വസജ്ജമായി തങ്ങൾ നിൽക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നുണ്ട്. F-16 അടക്കമുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് ഓൾറെഡി അമേരിക്ക നൽകിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചതാണ്. ഇപ്പോൾ അവരുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനവരെ സഹായിക്കുന്നത് ചൈനയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാന് ചൈന അന്തർവാഹിനികൾ നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് വിവരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസിയാണ് ഈ വിവരം അറിയിച്ചത്. നാവികസേന സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചൈന തങ്ങളുടെ മൂന്നാമത്തെ മനുഷ്യനെ വഹിച്ചുള്ള കപ്പൽ കമ്മീഷൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശ്രദ്ധേയമായി നവീകരണത്തിനെയും തദ്ദേശീയവൽക്കരണത്തെയും കുറിച്ചുള്ള സ്വാവലംബൻ 2025 പരിപാടി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു. നേരത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ ചൈന തങ്ങളുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഫുജിയാൻ കമ്മീഷൻ ചെയ്തതായി സഞ്ജയ് വാൽസിയായി പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ലോഞ്ച് സിസ്റ്റം സജ്ജീകരിക്കുന്നതിന് ഈ യുദ്ധക്കപ്പലിനെ ചൈനയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള യുദ്ധക്കപ്പൽ എന്ന് വിളിക്കുന്നു. ഈ മാസം ആദ്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുത്ത രഹസ്യ ചടങ്ങിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ അന്തർവാഹിനികളും മറ്റ് സൈനിക ഉപകരണങ്ങളും ചൈന വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് നാവികസേന ഉപമേധാവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് അത് ശരിയാണ്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാം. അവർ പാകിസ്ഥാൻ അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവയുടെ വിന്യാസവും വളരെ വേഗം ആരംഭിക്കും. ഞങ്ങൾ എല്ലാ സാഹചര്യവും നിരീക്ഷിച്ച് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിലവിൽ ഇന്ത്യൻ നാവികസേന അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.